നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണത്തിന് പിന്നാലെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ഇത് വൻ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനമിറക്കും. മെയ് 3 നടന്ന പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഏകദേശം 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുമാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പരീക്ഷ നടക്കുന്നതിന് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 135 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നായിരുന്നു ആരോപണം ഉയർന്നത്. മാതൃകാ ചോദ്യക്കടലാസിലെ 410 ചോദ്യങ്ങളിൽ 135 എണ്ണം കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങളിലായി യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടതായി അന്വേഷണം നടത്തുന്ന രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ADGP വിശാൽ ബൻസാൽ അറിയിച്ചു. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG റദ്ദാക്കിയതിന് പിന്നാലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം CBIക്ക് കൈമാറി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനുമാണ് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും നൽകിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് CBIക്ക് കൈമാറിയത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ആസൂത്രണം, പണമിടപാടുകൾ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മാഫിയകൾ എന്നിവയെക്കുറിച്ചാകും CBI അന്വേഷിക്കുക. അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും സഹായങ്ങളും നൽകുമെന്ന് NTA വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെ ഡൽഹിയിൽ പ്രതിഷേധമിരമ്പി. കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ NSUIUവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ശാസ്ത്രി ഭവനിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നീറ്റ് പരീക്ഷ ഇപ്പോൾ ഒരു ലേലമായി മാറിയിരിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സർക്കാർ ലേലത്തിന് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. പരീക്ഷയ്ക്ക് 42 മണിക്കൂർ മുൻപ് തന്നെ വാട്സപ്പിലൂടെ ചോദ്യപേപ്പർ വിൽപ്പനയ്ക്ക് വന്നിരുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഡോക്ടർ ബിരുദം വിൽപ്പനയ്ക്ക് എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാജസ്ഥാനിലെ BJP സർക്കാർ പരീക്ഷാ ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആരോപിച്ചു. CBI അന്വേഷണം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെങ്കിലും വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർണായക ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി ചർച്ചകളിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം പരിഹരിക്കാൻ സോണിയാഗാന്ധിയും ചർച്ചയിൽ നേരിട്ടിടപെട്ടു. സോണിയാഗാന്ധിയുടെ വസതിയായ ജൻപദിൽ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി പ്രത്യേക ചർച്ചകൾ നടത്തിവരികയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചർച്ചകൾ വൈകുന്നതിൽ പ്രശ്നമില്ല, കൃത്യമായൊരു തീരുമാനത്തിൽ എത്തുക എന്നതാണ് പ്രധാനം എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകൾ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ ഒരാളെ തെരഞ്ഞെടുക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. തർക്കം പരിഹരിക്കാനായി മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെയാണ് ഡൽഹിയിലേക്ക് ഇവരെ അടിയന്തരമായി വിളിച്ചു വരുത്തിയത്. ഇന്ന് നടക്കുന്ന വിശദമായ ചർച്ചകൾക്ക് ശേഷം നാളെയോടെ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ചുമതലയേറ്റതിന് പിന്നാലെ നിയമസഭാ സ്പീക്കറായി മുതിർന്ന രാഷ്ട്രീയ നേതാവും TVK നേതാവുമായ JCD പ്രഭാകർ തെരഞ്ഞെടുക്കപ്പെട്ടു. പുതുതായി രൂപീകരിച്ച വിജയ് സർക്കാരിന്റെ ഭരണപരമായ മികവിനും നിയമസഭാ നടപടികളിലെ പക്വതയ്ക്കും അടിവരയിടുന്നതാണ് പ്രഭാകറുടെ ഈ നിയമനം. വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ ജനപ്രതിയിലാണ് TVK രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചതെങ്കിലും സഭാ നടപടികളിൽ പരിചയസമ്പന്നനായ ഒരു നേതാവിനെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായ പ്രഭാകറിന്റെ നിയമസഭാ ചട്ടങ്ങളിലും ഭരണരീതികളിലുമുള്ള ആഴത്തിലുള്ള അറിവ് മുൻനിർത്തിയാണ് ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AIADMKയിലെ CV ഷൺമുഖം, SP വേലുമണി വിഭാഗങ്ങൾ. TVK നേതാവും മുഖ്യമന്ത്രിയുമായ വിജയെ ഇന്ന് കാണുമെന്ന് ഷൺമുഖം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ AIADMK നേരിടേണ്ടി വന്ന പരാജയങ്ങളാണ് ഈ മാറ്റത്തിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്നും അതിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. DMKയുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ച AIADMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി K പളനിസ്വാമിയെയും അദ്ദേഹം വിമർശിച്ചു. ഞങ്ങൾ DMKക്കെതിരായാണ് ഈ പാർട്ടി സ്ഥാപിച്ചത്. 53 വർഷമായി ഞങ്ങളുടെ രാഷ്ട്രീയം DMKക്കെതിരായിരുന്നു. DMK പിന്തുണയോടെ AIADMK സർക്കാർ രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഞങ്ങളുടെ ഭൂരിപക്ഷം അംഗങ്ങളും നിരസിച്ചു. അത്തരമൊരു സഖ്യം രൂപീകരിച്ചാൽ AIADMK നിലനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. AIADMKയെ പിളർത്താൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും ഷൺമുഖം കൂട്ടിച്ചേർത്തു.
തമിഴ്നാട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മദ്യശാലകൾക്ക് പൂട്ടിട്ട് വിജയ്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ അടുത്തുള്ള മദ്യശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. തീരുമാനം നടപ്പിലാകുന്നതോടെ 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടും. സ്കൂളുകൾക്ക് സമീപമുള്ള 186, ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276, ബസ് സ്റ്റാൻഡിനടുത്തുള്ള 255 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. ഉത്തരവ് 2 ആഴ്ചയ്ക്കകം നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. തമിഴ്നാട്ടിലാകെ 4765 ടാസ്മാക് ഔട്ട്ലെറ്റുകളുണ്ട്. പൊതുജന താൽപര്യാർത്ഥമുള്ള നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. പാലക്കാട് പൊള്ളാച്ചി പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, മന്നം സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി എലപ്പുള്ളി പേട്ട ജംഗ്ഷന് സമീപമാണ് അപകടം. ബൈക്കും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ബൈക്കിന് തീപിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ ഇരുവർക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതാണ് മരണകാരണമെന്നാണ് നിഗമനം. ഇരുവരും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ഇവർ നടത്തുന്ന ഫാമിലെത്തി കാലികൾക്ക് തീറ്റ നൽകിയ ശേഷം തിരികെ വരുമ്പോഴായിരുന്നു അപകടം. ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമതാവളത്തിൽ അഭയം നൽകിയതായി റിപ്പോർട്ട്. US ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പാകിസ്ഥാന്റെ നൂർഖാൻ വിമാനത്താവളത്തിൽ ഇറാന്റെ വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നൂർഖാൻ ബേസിലേക്ക് വിമാനങ്ങൾ മാറ്റിയതെന്ന് US ഉദ്യോഗസ്ഥർ CBS ന്യൂസിനോട് പ്രതികരിച്ചു. അതേസമയം നൂർഖാൻ വ്യോമതാവളത്തിൽ ഇറാന്റെ വിമാനങ്ങൾക്ക് അഭയം നൽകിയെന്ന ആരോപണം പാക് അധികൃതർ നിഷേധിച്ചു. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂർഖാൻ വ്യോമതാവളത്തിൽ പൊതുശ്രദ്ധയിൽപ്പെടാതെ വിമാനങ്ങൾ ഒളിപ്പിച്ചു വെക്കാനാവില്ലെന്നാണ് പാക് അധികൃതർ നൽകുന്ന വിശദീകരണം. അതിനിടെ ഇറാന്റെ യാത്രാ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ സൈനിക വിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.